അപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ വളരെ വളരെ നിർണായക ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിൽ വരനായിട്ട് ആരാണ് വരാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. കാരണം ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും അശ്വിനാണ് ഉള്ളത്. അശ്വിനോട് ശ്രുതിക്കൊരു പ്രണയമുണ്ട്. എന്നാൽ ആ ഒരു പ്രണയം ആ ഒരു പെട്ടെന്നുള്ള നിമിഷത്തിൽ എല്ലാം തകർന്നു പോയി എങ്കിലും അശ്വിനെ കുറിച്ചുള്ള ഓർമ്മകൾ ശ്രുതിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അതേ മറിച്ച് ശ്യാമിനാണെങ്കിൽ ശ്രുതിയെ ഇഷ്ടവുമാണ്. എന്നാൽ തൻ്റെ വീട്ടുകാരെ വേദനിപ്പിക്കാൻ പാടില്ല, തൻ്റെ വീട്ടുകാരാണ് തനിക്ക് വലുത് എന്ന് വിചാരിച്ചുകൊണ്ട് ശ്യാമിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി മനസ്സില്ലാ മനസ്സോടുകൂടി സമ്മതിച്ചു. എങ്കിൽ ഈ ഒരു സമയത്തും ശ്രുതി ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല ശ്യാം വലിയൊരു ചതിയനാണ്. താൻ പോകുന്ന അശ്വിന്റെ ചേച്ചിയായ അഞ്ജലിയുടെ ഭർത്താവാണ് ശ്യാം എന്നുള്ള സത്യം ഇതുവരെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കിയിട്ടില്ല. ആ ഒരു ചതി, ശ്യാമിന്റെ ചതി മനസ്സിലാക്കാനും ശ്രുതിയുടെ വരൻ ആരാണ് എന്ന് തീർച്ചയായിട്ട് ശ്രുതിയുടെ വരനായിട്ട് ആരായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമുക്ക് അറിയാനായിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ അവരുടെ വിവാഹമായിരിക്കും നടക്കാൻ പോകുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി നമ്മുടെ ഈ ഒരാഴ്ച അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി കഥ മാറിമറിയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ശ്രുതി ഭയങ്കര സങ്കടത്തിലാണ്. ശ്യാമിനെ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചും പോയി, വിവാഹ നിശ്ചയം നടക്കുകയും ചെയ്തു. എന്നാൽ ഒട്ടും അശ്വിനെ മറക്കാനും സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് ശ്രുതി ഇപ്പോഴും. അങ്ങനെ ആ ഒരു സങ്കടം ശ്രുതി ഉള്ളിൽ ഒതുക്കിയിരിക്കുന്ന സമയത്ത് അശ്വിനെ ഇനി കാണാൻ പറ്റത്തില്ലല്ലോ, പെട്ടെന്നുള്ള ഒരു സാഹചര്യത്തിൽ അശ്വിനെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നല്ലോ, ഇനി കാണാനും പറ്റത്തില്ല, ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്താണ് അഞ്ജലി ശ്രുതിയെ വിളിക്കുകയും പിന്നെ അഞ്ജലിയുടെയും ലാവണ്യയുടെയും മുത്തശ്ശിയുടെ ഒരു ഡ്രാമയായിരുന്നു. ആ ഡ്രാമ കാരണം ശ്രുതിക്ക് വീണ്ടും അശ്വിൻ്റെ വീട്ടിലോട്ട് വരികയും പിന്നെ അവിടുത്തെ ജോലി നഷ്ടപ്പെടാതെ അവിടെ തന്നെ വിവാഹ നിശ്ചയം നടക്കുന്നത് വരെ അവിടെ തുടരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്ന സമയത്തും അശ്വിൻ ഇപ്പോഴും ശ്രുതിയെ കാണുമ്പോൾ തൻ്റെ ഉള്ളിൽ എന്തോ ഒരു കാര്യം, തൻ്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാര്യം പുറത്തു വരുമെന്ന് അശ്വിന് നല്ല പേടിയുണ്ട്. ശ്രുതിയോടുള്ള തൻ്റെ പ്രണയം അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ഇപ്പോഴും താൻ അടക്കി വെച്ചിരിക്കുന്ന ആ ഒരു പ്രണയം ശ്രുതിയെ കാണുമ്പോഴെല്ലാം തൻ്റെ ഉള്ളിൽ നിന്നും പുറത്താകുമോ, പുറത്തായിക്കഴിഞ്ഞാൽ അത് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന് അശ്വിൻ അറിയാവുന്നത് കൊണ്ടാണ് അശ്വിൻ മാക്സിമം ശ്രുതിയിൽ നിന്ന് അകന്നു പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ആ അകന്നു പോകുന്നിടത്തോളം അത്രയും തന്നെ ശ്രുതി വീണ്ടും അശ്വിനിലേക്ക് അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ശ്രുതിയെ ഇഷ്ടമില്ലാത്ത മനോരമയ്ക്ക് വലിയൊരു വമ്പൻ 8ന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഈ ഒരു പണിയോടുകൂടി മനോരമയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് തന്നെ പറയാം. എന്തായാലും ലാവണ്യ മുത്തശ്ശി അഞ്ജലിയൊക്കെ പറഞ്ഞത് പ്രകാരം ശ്രുതി അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇനി നിശ്ചയം കഴിയുന്നത് വരെ ശ്രുതി അവിടെ കാണും. അപ്പോൾ അശ്വിൻ പറയുന്നത് ശ്രുതി പൈസ തട്ടാൻ വേണ്ടിയിട്ട് വന്നതാണ്, അവൾ പൈസ തട്ടിയെടുക്കും, അവൾ ഇവിടെ വീണ്ടും നശിപ്പിക്കും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാനോ അതൊന്നും പറയാനോ ഒന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കാത്ത അഞ്ജലി അശ്വിനെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. പക്ഷേ താൻ കുറച്ച് മനസ്സിലാക്കി വരുന്തോറും വീണ്ടും അശ്വിൻ ശ്രുതിയോട് വഴക്ക് പറഞ്ഞ് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് വീണ്ടും നോവിച്ച് അവരുടെ ഇടയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും വലിയ വലിയ വമ്പൻ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ശ്രുതി നല്ല പുതിയ നല്ല എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നല്ല കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. പക്ഷെ കുറച്ച് എരിവ് കൂടിപ്പോയി. അങ്ങനെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി മനോരമയ്ക്ക് മുത്തശ്ശി എല്ലാവർക്കും വിളമ്പി. മനോരമ അയ്യോ സ്വാദിഷ്ടമായ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു കാര്യത്തോടു കൂടി മനോരമയ്ക്ക് വലിയൊരു 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ മനോരമയ്ക്ക് ഒരിക്കലും ശ്രുതിയെയോ പ്രീതിയോ ഇഷ്ടമല്ല, അവരെ വീട്ടിലോട്ട് വരുന്നത് പോലും ഇഷ്ടമല്ല. എങ്കിലും മുത്തശ്ശിയുടെയോ അഞ്ജലിയുടെ വാക്കുകൾ എതിർക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മനോരമ ഇങ്ങനെ ശ്രുതിയെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇതിന്റെ പേരും പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ കുറ്റപ്പെടുത്തലുകളെല്ലാം അവസാനിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മനോരമ ഒരു പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ കൂടെ തന്നെ ശ്യാമിൻ്റെ വലിയൊരു ചതിയാണ് പുറത്ത് അറിയാൻ പോകുന്നത്. ശ്യാം ഇതുവരെ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ, ശ്യാം ഇതുവരെ ഒളിപ്പിച്ചു വെച്ച ചതിയെല്ലാം അഞ്ജലിയുടെ മുന്നിൽ പുറത്താവാൻ വേണ്ടിയിട്ട് പോവാണ്.
ഇന്നത്തോടു കൂടി ഈ ഒരാഴ്ചയോടുകൂടി ശ്യാമിൻ്റെ ചതി അഞ്ജലിയുടെ മുന്നിൽ തെളിയാൻ വേണ്ടിയിട്ട് പോവാണ്. അതോടുകൂടി ശ്യാമിൻ്റെ മുഖംമൂടിയും അഴിഞ്ഞു വീഴും. അതിൻ്റെ കൂടെ തന്നെ ശ്യാമിനെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടിയിട്ട് അഞ്ജലി പോവാണ്. ശ്യാമിനെ ഒരുപാട് അഞ്ജലിക്ക് ഇഷ്ടമാണ്, അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ശ്യാം ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് അഞ്ജലി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായാലും എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന നാളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.